നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഈ അടുത്ത കാലത്ത് അല്പം വഷളായിരുന്നു. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങളാണ് ഈ ബന്ധം വഷളാക്കാനുള്ള സാഹചര്യം. അമേരിക്ക ഇന്ത്യക്കുമേൽ വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുകയും പിഴത്തീരുവ അടക്കം ചുമത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ തീരുവകൾക്ക് പിന്നീട് വലിയ കുറവ് വരികയാണ്. പക്ഷേ ഈ വ്യാപാര കരാർ അന്തിമമായി ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം ഇപ്പോൾ ചർച്ചയാകുന്നത്. അടുത്ത ദിവസമാണ് മാർക്കോ റൂബിയോ ഇന്ത്യയിൽ എത്തുന്നത്. മെയ് 23 മുതൽ 26 വരെ 3 ദിവസം നീളുന്ന വളരെ വിശദമായ ഇന്ത്യ സന്ദർശനം മാർക്കോ റൂബിയോ നടത്തുന്നുണ്ട്. കൊൽക്കത്തയും രാജസ്ഥാനിലെ ജയ്പൂരും അതുപോലെ തന്നെ ദില്ലിയും ആഗ്രയും അടക്കമുള്ള നിരവധി നഗരങ്ങളിൽ മാർക്കോ റൂബിയോ സന്ദർശനം നടത്തും. വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് മാർക്കോ റൂബിയോയ്ക്ക് ഇന്ത്യൻ സംഘവുമായി ചെയ്തു തീർക്കാനുള്ളത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ മാനങ്ങൾ ഈ സന്ദർശനം നൽകുമെന്നാണ് സൂചന. എന്നാൽ മാർക്കോ റൂബിയോ ഇന്ത്യയിൽ വരുന്നതിന് തൊട്ട് മുന്നേ ഈ ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യ അതിപ്രധാനപ്പെട്ട ഒരു രാജ്യമാണെന്നും ഇന്ത്യ വളരെ വേഗതയിൽ വളരുന്ന ഒരു ലോക ശക്തിയാണെന്നും അംഗീകരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. മാത്രമല്ല, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ ധാരാളം വ്യാപാരം ഇന്ത്യയുമായി നടത്താൻ അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ടെന്നും ഊർജ്ജ മേഖലയിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടാൻ പോവുകയാണെന്നും എത്രമാത്രം ഊർജ്ജം ഇന്ത്യക്ക് ആവശ്യമുണ്ടോ അത്രയും നൽകാൻ അമേരിക്ക തയ്യാറാണ് എന്നുമൊക്കെയാണ് മാർക്കോ റൂബിയോ ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രസ്താവിച്ചത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു നയം അല്ലെങ്കിൽ ആ നയത്തിലെ മാറ്റം അതെല്ലാം വളരെയധികം പ്രകടമാണ്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ അത് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഒക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി ചുമത്തുകയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ മറ്റൊരു 25% നികുതി ചുമത്തുകയും ഒക്കെ ചെയ്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി കയറ്റിവെച്ച ശേഷമാണ് ട്രംപ് ഇന്ത്യൻ സംഘവുമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ മന്ത്രിമാരുമൊക്കെ ആയിട്ട് ചർച്ച നടത്തിയത് ഈ വ്യാപാര കരാർ ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അന്ന് അമേരിക്ക ആവശ്യപ്പെട്ടത് ഇന്ത്യൻ കാർഷിക മേഖല അമേരിക്കയ്ക്ക് തുറന്നു നൽകണമെന്നാണ്. അതായത് കോടിക്കണക്കിന് ഇന്ത്യൻ കർഷകർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. അവരുടെ ജീവിതത്തിന് ഹാനികരമായതൊന്നും ഒരു കാലത്തും ചെയ്യാൻ സർക്കാരുകൾക്ക് സാധ്യമല്ല. ഘാട്ട് കരാറിലും അതുപോലെ തന്നെ WTO-യിലും ഒക്കെ മുൻകാല സർക്കാരുകൾ അത്തരത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ കർഷകർക്ക് ദോഷകരമാകുന്ന ഒരു കാര്യവും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും രാജ്യത്തെ കർഷകരെ വഞ്ചിക്കില്ല എന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുക്കുകയും അതനുസരിച്ച് ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അമേരിക്കയുടെ ആവശ്യം ഇന്ത്യയുടെ ക്ഷീരമേഖല ക്ഷീര ഉൽപ്പന്നങ്ങളുടെ വിപണി തുറന്നു നൽകണം, ഇന്ത്യൻ കാർഷിക മേഖലയുടെ വിപണി തുറന്നു നൽകണം. അങ്ങനെ കുറഞ്ഞ വിലയിലുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിലേക്കും ക്ഷീര വിപണികളിലേക്കും കൊണ്ടുചെന്ന് ഡംപ് ചെയ്യും. മാത്രമല്ല, പശുവിനെ കൊന്ന് പശുവിൻ്റെ ചോര തന്നെ പശുക്കൾക്ക് തീറ്റയായി കൊടുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പാലുൽപ്പന്നങ്ങളും ഇന്ത്യൻ എത്തിക്സിന് വിപരീതമായി ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്യണമെന്നും അമേരിക്കൻ ടീം താല്പര്യപ്പെട്ടു. അതിനുവേണ്ടി വലിയ സമ്മർദ്ദമാണ് നെഗോസിയേഷൻ ടേബിളിൽ അമേരിക്ക നടത്തിയത്. പക്ഷേ ഇന്ത്യ ഇക്കാര്യങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, കാർഷിക മേഖലയെയും ക്ഷീരമേഖലയെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കരാറിലേക്കാണ് പിന്നീട് നമ്മൾ നീങ്ങുന്നത് കണ്ടത്. അതായത് ഇന്ത്യൻ കാർഷിക മേഖലയെയും ക്ഷീരമേഖലയെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കമ്മി അത് വളരെയധികം അമേരിക്കയ്ക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് അമേരിക്ക ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ് കൂടുതൽ. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇന്ത്യക്ക് ഇറക്കുമതി അമേരിക്കയിൽ നിന്ന് കുറവും കയറ്റുമതി കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാപാര കമ്മി ബാലൻസ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ അതേസമയം വ്യാപാര കമ്മി ബാലൻസ് ചെയ്യാനായി ഇന്ത്യക്ക് ആവശ്യമുള്ള മറ്റു പല സാധനങ്ങളും ഉൽപ്പന്നങ്ങളും ഉണ്ടെന്നും
ഉണ്ടെന്നും അതിലേക്ക് വ്യാപാരം നീക്കണമെന്നുമൊക്കെയുള്ള അഭ്യർത്ഥന ഏറ്റവും ഒടുവിലാണ് അമേരിക്ക കൈക്കൊണ്ടത്. എന്നാലും ഇന്ത്യൻ കാർഷിക മേഖല തുറന്നു തരണമെന്ന ആവശ്യം അവർ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴിതാ വലിയ നയമാറ്റമാണ് മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയിൽ കാണുന്നത്. ഊർജം നമ്മൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തരാമെന്നാണ് അമേരിക്ക പറയുന്നത്. അതുപോലെ ആ രീതിയിൽ അല്ലെങ്കിൽ ഊർജ മേഖലയിലുള്ള വ്യാപാരത്തിലൂടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് എന്നുറപ്പാണ്. ഊർജം എന്ന് പറഞ്ഞാൽ പെട്രോളിയവും പാചകവാതകവും ഒക്കെയാണ്. അതെല്ലാം ഇന്ന് ഇന്ത്യക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഹോർമൂസ് കടലിടുക്കിൽ വലിയ പ്രതിസന്ധിയുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴി ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നതിൽ വലിയ തടസ്സങ്ങൾ ഈ സാഹചര്യത്തിലുണ്ട്. ഇന്നിപ്പോൾ തടസ്സമുണ്ട്, നാളെയും തടസ്സം തുടരാനുള്ള സാധ്യതയുണ്ട്. മറ്റേത് സമയത്തും അത്തരത്തിലുള്ള തടസ്സം ആവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പല സോഴ്സുകളിലേക്കും ഇന്ത്യയുടെ ഇറക്കുമതിയുടെ ശ്രദ്ധ തിരിയുമെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാം, പാചകവാതം ഞങ്ങൾ നിങ്ങൾക്ക് തരാം, അതുകൊണ്ട് ആ മേഖലയിൽ വ്യാപാരം പുരോഗമിക്കട്ടെ എന്ന സന്ദേശമാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ കാർഷിക മേഖല തുറന്നു തന്നേ പറ്റൂ എന്ന ശാഠ്യത്തിൽ നിന്നും അമേരിക്ക ഊർജ മേഖലയിൽ സഹകരിക്കാം എന്നൊരു മറ്റൊരു നിലപാടിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഇന്ത്യ വരച്ച വഴിയെ തന്നെ അമേരിക്ക നടന്നു കയറുകയാണ്. ഇനി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തി നടത്തുന്ന ചർച്ചകൾക്കൊടുവിൽ ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ കൂടുതൽ മെച്ചപ്പെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അത് കൂടുതൽ അന്തിമമാകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഒരിക്കൽ കൂടി ഊഷ്മളമാകാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യ അമേരിക്ക ബന്ധം ഇത്തരത്തിൽ മോശമായതോടുകൂടി, വ്യാപാര തർക്കങ്ങൾ ഉടലെടുത്തതോടുകൂടി ഇന്ത്യ അതിൽ വിഷമിച്ച് മിണ്ടാതിരുന്നില്ല. യൂറോപ്പുമായും മറ്റനേകം രാജ്യങ്ങളുമായും ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഉണ്ടാക്കി. ഇപ്പോഴും യൂറോപ്പുമായി വ്യാപാര ബന്ധങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അമേരിക്ക ഇല്ലെങ്കിലും ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിന് വലിയ കോട്ടമൊന്നും സംഭവിക്കില്ല എന്നിപ്പോൾ അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ എണ്ണ വിപണിയുടെ ഒരു ഭാഗം റഷ്യ കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങൾ, അങ്കോള അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇന്ത്യ UAE-യുമായി സഹകരിക്കാനുള്ള വലിയ നീക്കം നടത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ആ വ്യാപാരത്തിൻ്റെ പങ്ക് കിട്ടണമെന്ന് അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നു. വെനസ്വേലൻ എണ്ണ പോലും ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് വേണമെങ്കിലും ഞങ്ങൾ ഇന്ത്യക്ക് തരാമെന്ന് അമേരിക്ക ഇപ്പോൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഊർജ സുരക്ഷിതത്വം ഇന്ത്യക്ക് നിലവിൽ ഇപ്പോൾ കിട്ടാക്കനിയല്ല. നേരത്തെ ഈ ഒപ്പക് രാജ്യങ്ങൾ കനിയുന്നതനുസരിച്ചിട്ടായിരുന്നു ഇന്ത്യ ഊർജത്തിൻ്റെ ആവശ്യം നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സാക്ഷാൽ അമേരിക്കയും റഷ്യയും അടക്കമുള്ള വൻകിട രാജ്യങ്ങൾ ഇന്ത്യക്ക് എണ്ണയും പാചകവാതകവും ഒക്കെ നൽകാൻ വരി നിൽക്കുകയാണ് എന്ന സാഹചര്യമാണുള്ളത്. അവർക്കും പുതിയ വിപണികൾ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്കായി കടിപിടി കൂടിയിരുന്ന, ശാഠ്യം പിടിച്ചിരുന്ന അമേരിക്കൻ ഭരണകൂടം ഇന്ത്യ വരച്ച വഴിയെ വരുന്നു. ഇന്ത്യക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളും പാചകവാതകവും തരാം, ആ രീതിയിൽ വ്യാപാര ബന്ധം മെച്ചപ്പെടട്ടെ എന്ന നിലപാടിലേക്ക് അമേരിക്ക ഇപ്പോൾ മാറിയിരിക്കുകയും ചെയ്യുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.